ഇവിടെ ലൈറ്റ് വിട്ടിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് സൈഡിൽ കാണാം. ഇവിടെയൊക്കെ പിക്ചറുകളുണ്ട് കേട്ടോ. ആക്ച്വലി പിക്ചറുകൾ ഉണ്ടെങ്കിലും കാണുന്നില്ല എന്നുള്ളൂ. നേരിട്ട് എന്താ കാണാം. അതുപോലെയൊക്കെ ഇവിടെയൊക്കെ ബുദ്ധൻ ഇരിക്കുകയാണ് മൊത്തത്തിൽ. ഇത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങോട്ട് പോകുന്നതൊക്കെ ബുദ്ധിസ്റ്റാണ്. 1 മുതൽ 13, 14 വരെ എങ്ങാണ്ടാണ് ബുദ്ധിസ്റ്റിന് പറയുന്നത്. അപ്പോൾ നമ്മൾ 13 12 13 14 വരുന്നു 13 12 ഇത് 12. യെസ് 11, 10 രസമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് 13ലേക്കും 12ലേക്കും പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞു. ഇതിങ്ങനെ ഓരോരോ കേവ്സ് ഇങ്ങനെ കണ്ട് പോകണം. ശരിക്കും ആദ്യം ഒന്നിനായിരുന്നു തുടങ്ങേണ്ടത്. നമ്മളെന്ത് ചെയ്തു, നടുവെന്ന് തുടങ്ങി അങ്ങോട്ട് പോയി. അതിനുശേഷം ജൈൻസ് കഴിഞ്ഞു. ഇതിപ്പം ബുദ്ധിസ്റ്റിൻ്റെ ആണ് ഈ ഒരു ഏരിയ മൊത്തം. ഇതിപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ട്. ഈ കേവല്ല ഈ വഴിക്ക് പിക്കപ്പ് ആൻഡ് ഡോർ പോയിന്റ്. അതിൻ്റെ ബാക്കി അതൊരു 11. ഇത് ഭയങ്കര ഭംഗിയാന്നൊക്കെ പറയുന്നത്. നോക്കാം. ശരിയാണ്. ഇതും ഒരു 3 നില ബിൽഡിംഗ് ആണ്. ഇതിനെക്കുറിച്ചിട്ട് എന്താണ് എഴുതി വെച്ചതെന്നുള്ളത് അവിടെ പോയി വായിച്ചറിയാം. എൻ്റെ ആർക്കിടെക്ചറാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ളത്. ആ ഒരു സംഗതി ഇതിപ്പോൾ വലിയൊരു കോളേജ് പോലെ ഉണ്ടല്ലേ. കോളേജ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങോട്ട് കയറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു പ്രശ്നമായിട്ടുള്ളൂ. നമുക്ക് എൻട്രൻസ് നിരോധിച്ചിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ കാവൽക്കാരൻ്റെ സ്ഥലമാണോ ഇത്? യെസ്. അയ്യോ എണ്ണാകുഞ്ഞ എണ്ണാകുഞ്ഞുണ്ട്. ഇതിൻ്റെ സെറ്റപ്പ് നോക്ക്. കട്ട് ചെയ്തെടുത്തു, അതിനെ കട്ട് ചെയ്ത് അങ്ങനെ ഒക്കെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസാണ്. ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റേതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലെ ആദ്യം ഇവിടെ കയറി വെക്കാം. അതിൻ്റെ വ്യൂ ഒന്ന് അവിടെ നോക്കിയിട്ട് അവിടെ പോവാം. ഇവിടെ ശരിക്കും 10 to 34. ഇതാ കല്ലടന്ന് പോയിട്ട് ഇവിടെ നമ്മളുണ്ടാക്കി വെച്ചതാണിത്. ഇവിടെ നേരത്തെ ഉള്ളതല്ല. ഇതിൻ്റെ തലയൊക്കെ ഇവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഇത് വന്നിട്ടേ നശിപ്പിച്ചിട്ടുണ്ടെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാം ബുദ്ധനാണ് ഇവിടെ. അതിന് കാരണം അവരുടെ മതത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ബുദ്ധമതക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കണം അതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ വേറെ ചാൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ എന്തായാലും വെള്ളം ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ പ്രത്യേകം ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളൊരു പ്ലേസ് എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്നു തോന്നുന്നു. അവിടെ ബ്ലോക്കില്ലല്ലോ. മുകളിലെ ബ്ലോക്കിലേക്ക് സ്റ്റെപ്പൊന്നും കാണുന്നില്ല. സ്റ്റെപ്പുണ്ട് ഇവിടെ. ബ്ലോക്ക് ഇല്ലല്ലോ ഒന്ന്. സ്റ്റെപ്പില്ലാണ്ട് ഒരു ഇത് മൊണാസ്ട്രി സ്കൂൾ പോലെ തന്നെ. ഓരോരുത്തർക്കും മെഡിറ്റേഷൻ ഇരിക്കാൻ ഓരോ റൂമാണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇതൊക്കെ ഫുൾ അങ്ങനെ തന്നെ റൂമാണ്. ഇവിടെ സെക്കൻഡ് ഇതിലേക്ക് നമുക്ക് കയറാം എന്ന് തോന്നുന്നു. അല്ലല്ല, ബ്ലോക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഇത്ര വർഷമായിട്ടും ഇതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. കാരണം ബുദ്ധൻ്റെ ഒരു വലിയ പിക്ചറാണ്. അതിന് കേടുപാടൊന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കാലപ്പഴക്കം മാത്രമേ ഉള്ളൂ. എയർ വെന്റിലേഷനാണ്. സോ ഇതും അതെ. പക്ഷെ ഇതിനുള്ളിലോട്ട് കയറാൻ നമുക്ക് ഇവിടെ എന്തെങ്കിലും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ നടന്നാൽ വീണ്ടും ബുദ്ധനാണ്. കംപ്ലീറ്റ് നമ്മുടെ യാത്ര സ്പിരിച്വൽ, നമ്മൾ ആദ്യം പറയാണ്ട് പറഞ്ഞു പോയ പോലെ സ്പിരിച്വലി ആയി പോയി തോന്നുന്നു. കംപ്ലീറ്റ് എല്ലായിടത്തും ബുദ്ധനാണ്. നമ്മൾ ചെല്ലുന്ന പ്ലേസിലൊക്കെ മിക്കവാറും ബുദ്ധൻ്റെ ഒരു
ഇൻഫ്ലുവൻസ് മേലോട്ട് വരുമ്പോഴത്തേക്കും ഉണ്ട് അല്ലേ നോർത്തിൽ കംപ്ലീറ്റ് ആയിട്ട്. എത്രമാത്രം ബുദ്ധമതം അന്നുണ്ടായിരുന്നു എന്നല്ല, ഇതും അതെ വളരെ വലിയൊരു ബുദ്ധപ്രതിമയാണ്. അത് മാത്രമല്ല സൈഡിലൊക്കെ ഉണ്ട് പ്രതിമ. എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വേറെ ആരോ വേറെ ആരല്ല അവരുടെ അനുയായികളായിരിക്കണം. മുകളിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇതെന്താ അതാരെങ്കിലും റൂമായിരിക്കും, കിടക്കാൻ വേണ്ടിയിട്ടുള്ള റൂമായിരിക്കണം അവർക്ക് വേണ്ടി. പിന്നെയും ബുദ്ധൻ്റെ ദിസ് ഈസ് കംപ്ലീറ്റ് ബുദ്ധിസ്റ്റുകളുടെ ഒരു. പക്ഷെ എൻ്റെ കൈയൊക്കെ അടിച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്. നേരെ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ഇങ്ങനെ കറങ്ങൂല, അങ്ങനെയല്ല. സ്റ്റോപ്പ് ചെയ്യാൻ കാണിച്ചിടാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നില കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മൂന്നാമത്തെ നിലയിലേക്കാണ്. മൂന്നാമത്തെ നിലയിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതിനാണ് ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. യെസ്, ഇവിടെ 3 നിലയിലും മറ്റിടത്ത് നമുക്കിതുണ്ടായിരുന്നു. വളരെ തന്ത്രപരമായ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. സെയിം സാധനം കട്ട് ചെയ്ത് സ്റ്റെപ്പാക്കി. അമ്മേ, നല്ല ഒരു എല്ലാ മേസ്ത്രിമാരും ഈ ഒരു സംരംഭം ഒന്ന് കാണണം. കാരണം എങ്ങനെയാണ് ഉണ്ടാക്കിയത്. പോയി കയറുന്നു. എടാ, നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോൾ ലൈറ്റ് എടുത്തില്ലല്ലോ. അതാണ് ലൈറ്റ് എടുത്തിന്. ഇത് കംപ്ലീറ്റും ബുദ്ധൻ്റെ പിക്ചറുകൾ തന്നെയാണ്. ബുദ്ധൻ്റെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ട്. അത് നമുക്ക് കാണത്തില്ല. വവ്വാലുകളുണ്ട്. വവ്വാലുകളാണ് ഇപ്പം ഇവിടെ വസിക്കുന്നത്. അതൊക്കെ പിന്നെ ഇതിലൊക്കെ വല്ല ഗുഹകളോ ഉള്ളിലൂടെയുള്ള വല്ല തുരങ്കങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതും ബുദ്ധനാണ്. തല കാണുമ്പോഴാണ് നമ്മൾ ബുദ്ധനാണെന്ന് മനസ്സിലാകുന്നത്. ബാക്കി കുറേ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് അനുഗ്രഹിക്കുന്ന ബുദ്ധനാണ്. കംപ്ലീറ്റ് ബുദ്ധമയമാണ്. വലിയ ഹാള് പോലെയാണ്. ഇതിലിവിടെ എല്ലാവർക്കും വന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചെറിയ ഹാൾ എന്തിനായിരിക്കണം അങ്ങനെ വെച്ചിരിക്കുന്നത്? എന്തൊരു കാര്യമില്ല, എൻ്റെ അത് വെക്കില്ലല്ലോ. കഴിഞ്ഞ അതൊരു മെഡിറ്റേഷൻ പ്ലേസ് ആയിരിക്കണം അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചിവിടുന്ന് ഇറങ്ങുക. ശ്രദ്ധിച്ചിറങ്ങിക്കോട്ടെ, 2 സൈഡും പിടിച്ചിറങ്ങാൻ കാണുന്നുണ്ടോ? യെസ്. 3ാമത്തെ നിലയാണിത്. സിമ്പിളായിട്ട് ഇറങ്ങാം. പറയും ഡീലാക്കാൻ ഉദ്ദേശിച്ചതാണ്. ഇത് നീ ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡിലീറ്റ് ചെയ്യാൻ. നമ്മൾ ഇതിലങ്ങ് പോയിരുന്നു. അത് പോയിരുന്നല്ലേ? പോയതാ. അങ്ങനെയാണെങ്കിൽ വീണ്ടും താഴോട്ട് ഇറങ്ങാം. ഒരു സാധനം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടുന്ന് കുറച്ച് പാറ കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയവർ അല്ലേ? മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ടൂൾസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടൊരു സംരംഭം ഉണ്ടാക്കിയത്. 10ാമത്തെ കേവ് അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഇതിൽ പ്രത്യേകം നോക്കാം, മേളിൽ സൺഷെയ്ഡ് പോലെ ആർച്ച് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അവിടുന്ന് വെള്ളം അങ്ങനെ വരും, ആ സൈഡിലൂടെ വരുന്ന വെള്ളം. അപ്പോൾ ആ വെള്ളം സെപ്പറേറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചിരുന്നത്. സോ 10ാമത്തെ കേവ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് പറയുന്നത് ശരിയാണ്. അതെ. അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് നല്ല അടിപൊളി വർക്കാണ് വെച്ചിരിക്കുന്നത്. ഇതും എന്താണ് കേവ് നമ്പർ 10. അതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണെന്ന് വിചാരിക്കുന്നു. കുറേ ആളുകൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ദ ഡബിൾ സ്റ്റോറീഡ് ബുദ്ധിസ്റ്റ്
cathedral cum monastery. The only Chaitya at Ellora Caves is stylistically and placeographically dateable to 17th century AD. It's beautiful creation of artists who have copied the contemporary wooden constructions and cave architecture. The most remarkable feature is the music gallery. Upper floor music gallery ഉണ്ട് പോലും. And the beautiful carved facade. The facade is decorated with a number of friezes of animal couples and beautiful covered with. ഭയങ്കര മനോഹരമായിട്ട് ചെയ്ത ഒരു കൈവാണ് ഇതെന്നാണ് പറയുന്നത്. ഈ പില്ലേഴ്സൊക്കെ വളരെ മനോട്ടൻ ഒരു സീൻ കേട്ടോ. ഇത് സീൻ, ഇത് വിഷ്വൽ എല്ലാം ചെരുപ്പൂരിട്ട് കയറും. നമുക്കും കയറാൻ ചെരുപ്പൂരിട്ട് തന്നെ. ഇതാണ് കേട്ടോ. ഹലോ, അന്ന് ഇതിലേക്ക് കുറച്ചത്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂ കേട്ടോ. വെറുതെ എല്ലാവരും പറഞ്ഞാൽ എമ്മാതിരി ആർക്കിടെക്ചറാണ് അതിനെല്ലാം ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കേവുകളിൽ ഏറ്റവും നല്ലത് ഇതാണ് അല്ലേ. ബുദ്ധൻ്റെ ആ ഹെഡൊക്കെ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചുറ്റും ആ ബുദ്ധൻ്റെ ഇത് പ്രതിമകളും കുറേ ശിഷ്യന്മാരും ഒക്കെയാണ്. ആൻഡ് ആ സ്റ്റൈല് നോക്കുക, എമ്മാതിരി സ്റ്റൈലിലാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഈ സിംഗിൾ കയ്യിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് കാണിച്ച് മാറുന്നു. അത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ കട്ടിങ്ങൊക്കെ വളരെ പെർഫെക്ഷനാണ്. അതിൻ്റെ അത് താഴ്ഭാഗം കുറച്ച് കൂടുതലായിട്ടും പിന്നെ അതിങ്ങനെ മെല്ലെ വന്നിട്ട് സെൻറ്ററിലൂടെ ഒരു ലൈൻ പോലെ കല്ല് നിർത്തിയിട്ട് ഒറ്റ പാറയിൽ ഇതിങ്ങനെ കൊത്തിയെടുക്കുക എന്ന് പറയുമ്പോഴല്ലോ ഇറ്റ്സ് അമേസിങ്. ആൻഡ് ബുദ്ധൻ്റെ പ്രതിമ, ദെൻ 2 ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു. ദെൻ യൂഷ്വലി അതിൻ്റെ മുകളിൽ തന്നെ ബുദ്ധൻ്റെ ആ മകുടം പോലെ തന്നെ ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി, നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. ഇതിനകത്തുള്ള തൂണുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഫുൾ തൂണുകളാണ്, വളരെ കൃത്യതയോടുകൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കാൻ അറിയത്തില്ലെങ്കിലും നമ്മൾ നോക്കുന്നുണ്ട്. സൂപ്പർ, മനസ്സിലായി കേട്ടോ. ഇതാണ്. അപ്പം എല്ലോറ കേവ് കാണുന്നവർ അല്ലെങ്കിൽ വരുന്നവർ തീർച്ചയായിട്ടും കേവ് നമ്പർ 10 വിസിറ്റ് ചെയ്യണം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ തിങ്. സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചെറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ പുറകുവശത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വൺ. ഇതാണ് കണ്ടതിൽ വെച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ചെരുപ്പിടാല്ലേ, സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ പേര് കുപ്പി കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ചെറിയ ഹാള്.